പറയുന്നത് ഈ ടീച്ചിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സ്റ്റെപ്പുകളാണ്. ഇതും നമുക്ക് ഏകദേശമൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയാൽ എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിയൽസൺ ഫ്രെയിംവർക്ക് ഫോർ ടീച്ചിങ് എന്നാണ് പറയുന്നത്. അതായത് ഡാനിയൽസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇതെല്ലാം എന്ത് ചെയ്ത ഈ ടീച്ചിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകളായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് 4 ഡൊമൈൻസ് ആയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ആണ്. ഏകദേശം ആ പേരിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ, നമ്മൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഏത് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്, ഏത് കരിക്കുലമാണ്, അതിൻ്റെ ഔട്ട്കംസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതേപോലെ തന്നെ ഏതൊക്കെ റിസോഴ്സുകൾ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. എന്താ, ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെൻറ്റ് ഓഫ് റെസ്പെക്ട് ആൻഡ് റെപ്പോർട്ട്. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് എ കൾച്ചർ ഫോർ ലേണിംഗ്, മാനേജിങ് ക്ലാസ് റൂം പ്രൊസീജിയർ, മാനേജിങ് സ്റ്റുഡൻറ് ബിഹേവിയർ, ഓർഗനൈസിങ് ഫിസിക്കൽ സ്പേസ്. എന്താ, നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു ക്ലാസ്സിലേക്ക് പോയി, ഭയങ്കര ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് ഭയങ്കര ബഹളമായിട്ടിരിക്കുന്ന ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഉടനെ കുട്ടികളെ ആദ്യം മടക്കി ഒക്കി ഇരുത്താൻ നോക്കും അല്ലേ. സോ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് നല്ല വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം നമ്മൾ റെഡിയാക്കി എടുക്കുക എല്ലാ രീതിയിലും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ക്ലാസ് ഒക്കെ റെഡിയായി എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുക, മെല്ലെ ക്ലാസ് എടുക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഡൊമൈൻ, ഇൻസ്ട്രക്ഷൻ. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ക്ലാസ്സൊക്കെ എടുത്ത് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് നല്ലപോലെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ച് അവർ പഠിച്ചിട്ടുണ്ടോ, അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു ഡെലിവറിങ് ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. എന്താ, reflecting on teaching, maintaining accurate records, communicating with family, participate in the professional community, growing and developing professionality, demonstrating professionalism. എന്താ, ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് കുറേ കാര്യങ്ങൾ വേറെ അവിടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാ, കുട്ടികളുടെ നോട്ട് നോക്കേണ്ടി വരും, അവരുടെ അറ്റൻഡൻസ് നോക്കേണ്ടി വരും, അവരുടെ എല്ലാ എക്സാം ഇവാലുവേഷൻ. അതേപോലെ തന്നെ ഇപ്പം നമ്മളാണെങ്കിലും ആസ് എ ടീച്ചർ ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ PTA മീറ്റിംഗ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസിനെയാണ് നാലാമത്തെ ഡൊമൈനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാനിയൽസൺ ഫ്രെയിംവർക്കിൽ 4 സ്റ്റെപ്പ് അല്ലെങ്കിൽ 4 ഡൊമൈൻസ് ആണ് പറയുന്നത്. പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ, ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, ഇൻസ്ട്രക്ഷൻ, ദെൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. ക്ലിയർ ആയോ?